ജീവിതത്തിൽ നമ്മൾ എപ്പോഴും രണ്ട് തരത്തിലുള്ള ആൾക്കാരിലൂടെ കടന്നു പോകും. ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതായത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കും. മാത്രമല്ല, നമ്മൾ ഒരു നല്ല ജീവിതം ജീവിക്കുന്നത് അവർക്ക് കാണാൻ താല്പര്യമുണ്ടാവില്ല. മറിച്ച് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് അവരെ സമീപിക്കുമ്പോൾ അവർക്ക് നമ്മളെ ഒന്ന് സഹായിക്കാൻ ഒരു മനസ്സും ഉണ്ടാവില്ല. അതാണ് ആദ്യത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മളിലെ ഒരു തെറ്റിനെ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് നടക്കുന്ന ആൾക്കാർ. അതായത് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ അവർ ആ സ്പോട്ടിൽ മറക്കും. അത് മാത്രമല്ല, നമ്മളിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി അത് പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ് രണ്ടാമത്തെ വിഭാഗം. ഒട്ടുമിക്ക എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഈ ഒരു രണ്ട് തരത്തിലുള്ള ആൾക്കാർ വന്നു പോയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ആൾക്കാരിൽ നിന്ന് നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിച്ച് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാർ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവരെന്തായാലും അനുഭവിക്കും. അതുകൊണ്ട് ആ കർമ്മത്തിന്റെ ദൂഷ്യവശം ഒരിക്കലും നിങ്ങളിലേക്ക് വരരുത്. കാരണം നിങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളിലേക്ക് വരാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അധികം താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം.